മകളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്താ വന്നേക്കാണ്. നിങ്ങളിപ്പോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. 10th പാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. വനിതകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ കോവിഡ് കാരണം ഏജ് റിലാക്സേഷൻ ഒരു 3 വർഷം കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ OBC ആണെങ്കിൽ, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യകതയുണ്ട്. OBC NCL സർട്ടിഫിക്കറ്റ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഫുള്ള് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് OBC NCL സർട്ടിഫിക്കറ്റ്, ആരൊക്കെയാണ് ഇത് മേടിക്കേണ്ടത്, ഇതിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് നിങ്ങൾക്ക് ഏത് റിലാക്സേഷന്റെ ബെനിഫിറ്റ് വരെ കിട്ടണമെങ്കിൽ ഏത് വേണം, OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ ഇതിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് OBC NCLന് വേണ്ടത്, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, എത്ര ദിവസത്തിനാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതേപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിങ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളായിരിക്കും ഫസ്റ്റ് അറിയുന്നത്. നമ്മൾ നിങ്ങളെ ഫസ്റ്റ് നമ്മുടെ ചാനലിലൂടെ അറിയിച്ചിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. OBC NCL സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മുടെ കേരളത്തില് ഏതാണ്ട് 83 OBC വിഭാഗങ്ങളാണ് ആകെ ഉള്ളത്. അപ്പൊ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഈ PDF ഞാൻ ഇട്ടേക്കാം. ആരൊക്കെയാണ് OBCക്കകത്തുള്ളത്, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. കണ്ടായിരുന്നോ, ഈ കാണുന്ന 83 വരുന്ന ആൾക്കാരാണ്, 83 വിഭാഗക്കാരാണ് ഇതിനകത്ത് വരുന്നത്, OBCക്കകത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും അവർ OBC ആണോ അല്ലേ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി അറിയാമായിരിക്കും. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. OBC NCL സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കുക, ഇതിന്റെ ആവശ്യകത എന്താണ്. നിങ്ങൾ ഒരു OBC കാറ്റഗറി ആണെന്ന് സങ്കല്പിക്കാം. നിങ്ങൾക്ക് റിസർവേഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണം, അതായത് മാർക്ക് കുറവായിക്കോട്ടെ, ഏജ് റിലാക്സേഷൻ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് വേണം. നോക്കുക, ഇവിടെ ഇപ്പൊ ഗ്രൂപ്പ് ഡിക്ക് അഥവാ നോട്ടിഫിക്കേഷന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇവിടെ ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ് പറയുന്നത്, ഏജ് റിലാക്സേഷൻ നോക്കി, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ജനറൽ ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2/1/1989 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ നോക്കുക, OBC NCL ആണെങ്കിൽ മാത്രം, OBC ക്രീമി ലെയർ എന്ന് പറയുന്നില്ല, മറിച്ച് OBC NCL വിഭാഗക്കാർക്ക് മാത്രമാണ് ഇവിടെ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉള്ളത്. ഇവിടെ പറയുന്നുണ്ട് നോൺ ക്രീമി ലെയർ 2/1/1986 ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കാം, ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് റിസർവേഷൻ ബെനിഫിറ്റ് വേണമെങ്കിൽ എന്ത് വേണം, OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അവിടെ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചെന്നൈയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ URന്റെ കട്ട് ഓഫ് 71 മാർക്കായിരുന്നു കട്ട് ഓഫ്. അതേസമയം OBCയുടെ കട്ട് ഓഫ് 68 മാർക്ക് മാത്രമേ ഉള്ളൂ. അതായത് 3 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 3 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ര നിസാരമല്ല. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയൊരു എഫേർട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് റിലാക്സേഷൻ. രണ്ടാമത്, ഇതേപോലെ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നതിന് ബാക്കിയെല്ലാം ഇതിന് വലിയൊരു പങ്കുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി, എങ്ങനെയാണ് നമുക്കിത് മേടിക്കാൻ പറ്റുന്നത്. ഇവിടെയും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, താഴെ കണ്ടായിരുന്നോ, ഇവിടെയും പറയുന്നുണ്ട് ഏജ് റിലാക്സേഷൻ വരുന്നത് ഇപ്പോ OBC NCLന് മാത്രമാണ് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉള്ളത്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കുക, ആരാണ് എലിജിബിൾ ആയിട്ടുള്ളത്. OBC NCL സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് എലിജിബിൾ ആരൊക്കെയാണ്. ഇപ്പൊ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അതൊരു ഫിനാൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. ആരൊക്കെയാണ് അതിന് എലിജിബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നോക്കേ, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. നിങ്ങൾ ആരായിരിക്കണം, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത് പറയുന്നത് ബിലോങ് ടു എ കമ്മ്യൂണിറ്റി ലിസ്റ്റഡ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് OBC ലിസ്റ്റ്. അതാണ് ഞാനിപ്പോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കുന്ന ആ ഒരു ലിസ്റ്റ്. അതിനകത്ത് 83 കമ്മ്യൂണിറ്റിയാണ് ഏതിനകത്ത് വരുന്നത്, OBC ക്കകത്ത് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കുക, അതിനകത്ത് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഹാവ് പാരന്റ്സ് വിത്ത് ആൻ ആനുവൽ ഇൻകം ഓഫ് ലെസ് ദാൻ 8 lakh ഫോർ ദ ലാസ്റ്റ് 3 years. അതാണ് ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ 3 വർഷം നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനം, വാർഷിക വരുമാനം 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് പറയുന്നു, ഹാവ് ഇൻകം ഫ്രം ദ അതർ സോഴ്സസ് ദാറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 8 lakh.
അതായത് മൊത്തത്തിലുള്ള നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനം എത്രയായിരിക്കണം? 8 ലക്ഷത്തിന് താഴെയായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ രക്ഷിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് സങ്കല്പിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഗ്രൂപ്പ് എ കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസോ ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിനൊന്നും തന്നെ എന്ത് കിട്ടത്തില്ല? അവരുടെ മക്കൾക്ക് ഒന്നും തന്നെ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് നോക്കി, ഈ കാണുന്നതാണ് OBC NCL സർട്ടിഫിക്കറ്റിന്റെ ഫോം. ഇത് റെയിൽവേയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനകത്ത് ഞാൻ കട്ട് ചെയ്തെടുത്ത ഈ ഫോമാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കാം, ഇതിനകത്ത് എന്ത് കാണും? ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ കാണും. ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ ഇതിനകത്ത് കാണും. ആ സർട്ടിഫിക്കറ്റ് നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നേരെ ഇതേപോലത്തെ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, ഇതാർക്കും കിട്ടത്തുമില്ല. ഓക്കെ, അതായത് നമ്മൾ അക്ഷയ വഴിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരെ അക്ഷയയിലേക്ക് പോവുക. അക്ഷയയിൽ പോയിട്ട് OBC NCL സർട്ടിഫിക്കറ്റ് ഇന്ന പർപ്പസിനാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നമ്മൾ അപേക്ഷിക്കാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ PSCക്കൊക്കെ ആണെങ്കിൽ ഒരു എക്സാമിനായിട്ട് NCL സർട്ടിഫിക്കറ്റ് OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ആ സാധനമല്ല. ഇവിടെ താഴെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏറ്റവും മിനിമം ആരെങ്കിലും സൈൻ ചെയ്തതായിരിക്കണം, തഹസിൽദാരെങ്കിലും സൈൻ ചെയ്തതായിരിക്കണം. അതായത് ഒരുപാട് പേര് പറയുന്നുണ്ട് ആരൊക്കെയാണ് അതോറിറ്റീസ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നമുക്ക് നേരിട്ട് പോയി മേടിക്കാൻ പറ്റത്തില്ല. അതേപോലെ അഡീഷണൽ മജിസ്ട്രേറ്റ്, കളക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ മജിസ്ട്രേറ്റ്, എക്സ്ട്രാ അസിസ്റ്റന്റ് കമ്മീഷണർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ എവിടെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മേടിക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് പറ്റുന്ന അതോറിറ്റി ആരാണ്? തഹസിൽദാരാണ്. അപ്പൊ തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ഈ OBC NCL സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 1 വർഷമാണ്. OBC NCL സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി വരുന്നത് 1 വർഷം. 1 വർഷമാണ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പൊ നിങ്ങൾ NTPCക്ക് മേടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാവും. ALPക്ക് മേടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ കഴിഞ്ഞ സെൻട്രൽ എക്സാമിന് മേടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാകും. വാലിഡിറ്റി 1 വർഷമാണ് വാലിഡിറ്റി. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്തും ഇതേ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, ഇപ്പൊ സർട്ടിഫിക്കറ്റ് നമ്പർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത്, ഇപ്പോഴൊന്നുമല്ല, വെരിഫിക്കേഷൻ സമയത്ത് ഇതേപോലെ ഒരു സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. അപ്പൊ അതിനകത്ത് നമ്മുടെ പേര്, അത് കഴിഞ്ഞ അഡ്രസ്സ്, ഏത് ജില്ലയിലാണ് താമസിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും അത് ആ സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് വേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത് മനസ്സിലാക്കുക, എന്താണ് സർട്ടിഫിക്കറ്റിന്റെ ബെനിഫിറ്റ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെനിഫിറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. 3 വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ റിസർവേഷൻ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ചെന്നൈയുടെ കട്ട് ഓഫിൽ 3 മാർക്കിന്റെ ഡിഫറൻസ് ആണ് OBCക്കാർക്ക് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇപ്പൊ എന്ത് ചെയ്യാം? കൂടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറയാം. എന്നാൽ മിനിമം 3 മാർക്കൊക്കെ നമുക്ക് ഉറപ്പിക്കാം. ഈ 3 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു എക്സാമിൽ വലിയൊരു കാര്യം തന്നെയാണ്, നമുക്ക് ജോലിയിലേക്ക് കയറ്റി തരുന്ന ഒരു മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഈ ഡിസ്ട്രിക്ട് വെബ്സൈറ്റിൽ നിന്ന് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? അക്ഷയയിലേക്ക് നിങ്ങൾ നേരെ അങ്ങ് പോവാം. അപ്പൊ അവിടെ വേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് ചോദിച്ചാൽ, ഒന്ന്, SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് തിങ് ഇതാണ്, SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. രണ്ടാമത്തേത് നിങ്ങളുടെ ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ്. ഇപ്പൊ എനിക്ക് ലാൻഡ് ഒന്നും ഇല്ലാന്ന് സങ്കല്പിക്കുക, അച്ഛന്റെ അമ്മയുടെ കുടുംബത്തിന്റെ ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് റേഷൻ കാർഡ് വേണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, സാലറി സർട്ടിഫിക്കറ്റ് വേണം. സോ അച്ഛനും അമ്മയ്ക്കും ആരുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണ്? അച്ഛൻ്റെയും അമ്മയുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ സാലറി സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ റേഷൻ കാർഡ് ആയാലും മതിയാവും. കാരണം റേഷൻ കാർഡിനകത്ത് എന്ത് വച്ചിട്ടുണ്ട്? റേഷൻ കാർഡിനകത്ത് നമ്മുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം വച്ചിട്ടുണ്ട്. ഓക്കെയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ആധാർ കാർഡ് വേണം. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് അതിനകത്ത് വേണ്ടത്. ഓക്കെ, SSLC സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ്, റേഷൻ കാർഡ്, അതേപോലെ സാലറി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ആധാർ കാർഡ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് അക്ഷയയിൽ നിന്ന് നിങ്ങളുടെ നേരെ ആ ഒരു ആപ്ലിക്കേഷൻ നേരെ എങ്ങോട്ട് പോകുന്നു? വില്ലേജിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വെരിഫൈ ചെയ്ത ശേഷം എങ്ങോട്ട് പോകും? താലൂക്ക് ഓഫീസിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതായത് എല്ലാം ഓൺലൈൻ ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു 2-3 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരാഴ്ചക്കകത്ത് തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതായത് മെസ്സേജ് വരുമ്പോൾ അതൊരു ലിങ്ക് കാണും. ആ ലിങ്കിനകത്ത് ഈ വെബ്സൈറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കയറി പോകുന്നത്.
അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മാക്സിമം ഒരാഴ്ചത്തെ എഫേർട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ വേണ്ടി വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലും മിക്കവാറും ഒരു 2-3 ദിവസം തന്നെ എന്ത് ചെയ്യും, ഈ സാധനം കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതായത് സെൻട്രൽ ഗവൺമെന്റ് EWS സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാത്രമേ പാടുള്ളൂ. അതിൽ ഭയങ്കര കണ്ടീഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത്. പക്ഷേ OBC NCL സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഈ ഫെബ്രുവരി 22 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10ാം ക്ലാസ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോ 8th പേ കമ്മീഷൻ ഒക്കെ വരുമ്പോ സാലറി മാത്രം തന്നെ 40,000 പ്ലസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതായത് ഇവിടത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും എന്ത് ചെയ്യുന്നില്ല, അത്രയും സാലറി മേടിക്കുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇതിന്റെ പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ UPS ആണ്, യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ് വരുന്നത്. ഉയർന്ന പെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സും ബാക്കിയെല്ലാം ഉണ്ട്. 14 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഓരോ വീഡിയോയിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ജോലി സ്വഭാവം എന്താണ്, അങ്ങനെ ഒരു ഫുൾ ഡീറ്റെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ കൊടുക്കാം, ഏതാണ് മികച്ച ജോലി, കേരളത്തിൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്, പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, മെയിലിൽ പ്ലേസ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് ആരും മറക്കരുത്, ഒരു മടിയും കാണിക്കരുത്, ഇനി കാത്തിരിക്കുകയും ചെയ്യരുത്. ആ വീഡിയോ കണ്ട ശേഷം എന്താണ് ജോലി എന്ന് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഇനി നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒരു തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ഡിയുടെ തകർപ്പൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരൊറ്റ എക്സാം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഒരേ ഒരു പരീക്ഷ മാത്രം, 100 മാർക്കിന്റെ ഒരു എക്സാം മാത്രം. ഓക്കെ, അതിനുശേഷം എല്ലാവർക്കും കൊണ്ട് സാധ്യമായ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അങ്ങനെ ഇത്രയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കടമ്പകളായിട്ടുള്ളൂ. പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റും കൂടെ, അതൊക്കെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മൾ പാസ്സായി പോകും. ഇവിടെ നമ്മുടെ ബാച്ച് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിയുടെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മളിവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ. ചിലപ്പോൾ NCERT ഇംഗ്ലീഷ് ഒക്കെ വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടുന്ന ലക്ഷ്യത്തോടെ നമ്മൾ എന്താണ്, നമ്മുടെ ഫുൾ ക്ലാസ്സസ് നമ്മൾ മലയാളത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും, മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്രിന്റ് റെഡി ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും, മലയാളത്തിലും പ്രിന്റ് റെഡി ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് ക്ലാസ് നോട്ട്സ് ഫുൾ, ക്ലാസ്സിൽ പറയുന്ന ഓരോ പോയിന്റ് അടക്കമുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ. അതായത് സൂപ്പർ നോട്ട്സിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ഒരു ക്ലാസ് പോലും ഇന്ന് വരെ ഒരു കുട്ടി പോലും എന്ത് പറഞ്ഞിട്ടില്ല, ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള ക്ലാസ്സുകൾ, ആ തരത്തിലുള്ള മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഹോൾ ടീം മൊത്തം ഉണ്ട് നിങ്ങളുടെ ജോലി ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ഇനി താമസിക്കേണ്ട, രണ്ടാമത്തെ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകണം. അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ എന്ത് ചെയ്യാം, ഉഷാറായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ബാച്ചിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ജോലി എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. നമുക്ക് ക്ലാസ്സിൽ കാണാം.